കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ തൊഴിൽ പീഡനം നടന്നതായി മൊഴി. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ജോളി തൊഴിൽ പീഡനം നേരിട്ടിട്ടുണ്ട് എന്ന് സഹപ്രവർത്തകർ മൊഴി നൽകി. 3 സഹപ്രവർത്തകരാണ് ജോളി മധു ഇക്കാര്യം തങ്ങളോട് പറഞ്ഞു എന്ന് ആഭ്യന്തര കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയത്. ആഭ്യന്തര കമ്മിറ്റിയുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുരുതരമായ ആരോപണങ്ങളാണ് ജോളിയും കുടുംബവും ഉന്നയിച്ചത്. അത് നേരത്തെ തന്നെ ആ ആരോപണങ്ങൾ ജോളി ഉന്നയിച്ചിരുന്നു, പക്ഷെ അത് പരിഗണിക്കപ്പെട്ടില്ല. ഒരു പക്ഷേ അത് പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിൽ അവർ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകും എന്നതാണ് കുടുംബം പറയുന്നത്. അത് സാധൂകരിക്കുന്നതാണോ ഈ സഹപ്രവർത്തകരുടെ മൊഴി? ശ്രീജ, തീർച്ചയായും അത് സാധൂകരിക്കുന്നത് തന്നെയാണ്. കാരണം 3 സഹപ്രവർത്തകർ നൽകിയിരിക്കുന്ന മൊഴിയിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇവർക്ക് ജോളി മധുവിനെ നേരിടേണ്ടി വരുന്ന വൈഷമ്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് അവരൊരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ക്യാൻസർ അതിജീവിത കൂടിയാണ് അവർ. ഈ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അവർക്കുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവർക്ക് ഇങ്ങനെ സ്ഥലം മാറ്റം നൽകുന്നത്. അത് വിദൂരദേശത്തേക്ക് സ്ഥലം മാറ്റം മറ്റ് സംസ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ നൽകുന്നതും ഈ ഒരു ഘട്ടത്തിലാണ്. ഈ ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞിരുന്നു. അവർ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. അതുമാത്രവുമല്ല, അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് അവർക്ക് ഏൽക്കേണ്ടി വന്നിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും വലുതായിരുന്നു. ഇതെല്ലാം അവരുടെ സഹപ്രവർത്തകർക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ്. അത്തരം ഇവരുടെ ഈ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന സാഹചര്യവും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ കയർ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സാമ്പത്തികമായ ക്രമക്കേടുകൾ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരം ഈ 3 സഹപ്രവർത്തകർ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ്. 3 അംഗ സമിതിയാണ് MSME മന്ത്രാലയം നിയോഗിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഉയർന്നു വന്ന ആരോപണങ്ങളെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ തന്നെ സമിതി തെളിവെടുക്കുകയാണ്. അവർ കഴിഞ്ഞ ദിവസമാണ് അവിടേക്ക് എത്തിയത്. കയർ ബോർഡ് DDGയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്, ഉയർന്ന ഉദ്യോഗസ്ഥരാണ് വന്നിട്ടുള്ളത്. ഏതായാലും ഈ സംഘത്തെക്കുറിച്ച് പക്ഷേ ജോളി മധുവിൻ്റെ കുടുംബം പറയുന്നത് ഒരു ഉദ്യോഗസ്ഥതല സംഘം മാത്രമാണ്. അവർക്ക് ഒരു വലിയ രീതിയിലൊരു നടപടികൾ എടുക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ചെയർമാൻ അടക്കമുള്ളവർക്കെതിരെയാണ് തങ്ങളുടെ പരാതി. അതുകൊണ്ട് ഇവർക്ക് എന്ത് നടപടിയെടുക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ അതെന്തായാലും ഇപ്പോൾ സമിതിയുടെ ഭാഗത്തു നിന്നുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്നലെ ഒരു ഭാഗം ജീവനക്കാരെ കണ്ടിരുന്നു. ഇന്നും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം കയർ ബോർഡിൽ ഇത് മാത്രവുമല്ല, വേറെയും വിഷയങ്ങൾ ഉയർന്നിട്ടുണ്ട്. കയർ ബോർഡ് ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടികൾ പലരും സ്വീകരിക്കുന്നു എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഈ ജീവനക്കാർ ഇവരോട് പരാതി പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം, നേരത്തെ ഉണ്ടായിരുന്ന CB സുനിൽകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് അദ്ദേഹവും പക്ഷാഘാതം പിടിപെട്ട അദ്ദേഹം ചികിത്സയിലാണ്. അദ്ദേഹത്തിന് 2 സ്ഥലമാറ്റ ഉത്തരവുകൾ നൽകിയത്. ഒന്ന് ഒഡീഷയിലേക്കും മറ്റൊന്ന് കൊൽക്കത്തയിലേക്കുമാണ് സ്ഥലമാറ്റ ഉത്തരവ് നൽകിയത്. അദ്ദേഹവും ഇതേപോലെ തന്നെ ഇവരുടെ ഒരു പീഡനത്തിൻ്റെ ഒരു ബലിയാടാണ് അദ്ദേഹം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഈ സുനിൽകുമാറിൻ്റെ കേസിൽ അദ്ദേഹത്തിന് ശമ്പളം അടക്കം തടഞ്ഞു വയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത് വാർത്തയായതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഈ ശമ്പളം അനുവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ ലീവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കൂടി ശമ്പളം തടഞ്ഞു വെച്ച് ശമ്പളം നൽകാനുള്ളൊരു ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കയർ ബോർഡ് സംബന്ധിയായി ജീവനക്കാർക്കിടയിലുണ്ട്. അവരെ പീഡിപ്പിക്കുകയാണ് എന്ന് അവർക്ക് നിസ്സംശയം തോന്നുന്ന, അവർക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ, ഒപ്പം അത്തരം കാര്യങ്ങൾ അവരെ തെളിവ് അടക്കം ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് MSME മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ജീവനക്കാരുടെ തെളിവെടുപ്പ്, അവരോടുള്ള മൊഴി ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. ഇതിനുശേഷം വിശദമായ രീതിയിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. അതിൽ വന്നിരിക്കുന്ന ഗുരുതര പരാമർശങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥരും ചെയർമാനുമെതിരെയൊക്കെയാണെങ്കിൽ ഇനി അത് ഏത് രീതിയിലാണ് ഒരു നടപടികളിലേക്കടക്കം കടക്കുക എന്നാണ് അറിയേണ്ടത്. എന്തായാലും ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയങ്ങൾ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പാർലമെന്റ് അംഗങ്ങൾ വരെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളവർ ഇത് ചർച്ച ചെയ്യണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിൽ അടിയന്തരമായ ഒരു ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.